പ്രത്യേകിച്ച് അതിൽ കുറ്റങ്ങളോ കുറവുകളോ കാണാൻ ഉപയോഗിക്കുന്നതായ എനർജി അവനവനെ അറിയാനായിട്ട് ഉപയോഗിക്കും. എന്തിനാണ് മറ്റുള്ളവരുടെ വിഷയത്തിൽ വല്ലാതെ കണ്ട് കിടന്ന് ഈ ടോർച്ചടിച്ചു കൊണ്ടിരിക്കുന്നത്? അവനവനിലേക്ക് അടിച്ചൂടെ? ഇവിടെ ഇത് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരികയാണ്. ഭക്തന്മാരെ സംബന്ധിച്ച് എന്ത് തന്നെ പറഞ്ഞാലും എന്ത് ചെയ്താലും അവർക്കൊരു പ്രശ്നമുണ്ട്. ആര് കളിയാക്കിയാലും കുഴപ്പമില്ല, അവരവരുടെ വഴിക്ക് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഭക്തന്മാര് 3 തരത്തിലുണ്ട്: ഉത്തമൻ, മധ്യമൻ, പ്രാകൃതൻ. അതിലെ പ്രാകൃത ഭക്തന്മാരെന്ന് പറഞ്ഞ ക്ഷേത്രത്തില് വരും, ശ്രീകോവിലിൽ മാത്രമേ ഈശ്വരനുള്ളൂ. പൂജിക്കുന്നവരിൽ ഈശ്വരനെ കാണില്ല, അവിടെ വന്ന് തൊഴുന്നവരിൽ ഈശ്വരനെ കാണില്ല, പുറത്തുള്ളവരിലും ഒന്നിനും ഈശ്വരനെ കാണില്ല. അവർക്ക് ഈശ്വരൻ വിഗ്രഹത്തിൽ മാത്രമേ ഉള്ളൂ. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ വിഗ്രഹത്തിൽ മാത്രം എന്നെ കാണുന്നവൻ ആരാണ്? ഓവർ കഴുത. വളരെ പച്ചയായിട്ടാ പറഞ്ഞത് ഭഗവാൻ. ഓവർ കഴുതകളാണ്. സ ഏവ ഗോഖരഹ. പിന്നെ പ്രാകൃത ഭക്തൻ, അത് കഴിഞ്ഞ പിന്നെ മധ്യമഭക്തൻ. മധ്യമഭക്തന് പിന്നെ വിഗ്രഹത്തിലും ഈശ്വരനുണ്ട്, ആ വിഗ്രഹത്തെ പൂജിക്കുന്നവരിലുമുണ്ട്, അവിടെ തൊഴാൻ വരുന്നവരിലുമുണ്ട്, എല്ലാവരിലും ഈശ്വരനെ മധ്യമഭക്തൻ കാണും. പക്ഷേ ഈശ്വരനെ നിന്ദിക്കുന്നവരെ ഭയങ്കര ദേഷ്യമാണ്. അത് നിത്യ അവരെ കണ്ടാൽ മാറിപ്പോകും. ഉത്തമ ഭക്തൻ നേരെ തിരിച്ചാണ്. എന്താണ്? വിഗ്രഹത്തിൽ ഈശ്വരനുണ്ട്, പൂജിക്കുന്നവരിൽ ഉണ്ട്, ഇനി അവിടെ തൊഴാൻ വരുന്നവരിൽ ഉണ്ട്, എല്ലാവരിലും ഈശ്വരനുണ്ട്. അപ്പൊ നിന്ദിക്കുന്നവരിലും ഉണ്ട്. അവർ നിന്ദിക്കുന്നവരെയും ഇഷ്ടപ്പെടും, നിന്ദിക്കുന്നവരുടെ വാക്കും കേട്ടിരിക്കും. പരമഹംസരുടെ മുമ്പിൽ വലിയൊരു യുക്തിവാദി വന്ന് പ്രപഞ്ച നിർമ്മാണത്തിന് കാരണമായിരിക്കുന്ന വിഷയങ്ങളെ ഓരോരോ പാരഗ്രാഫായിട്ട്, ഓരോരോ ഭാഗമായിട്ട് അവതരിപ്പിച്ചു. ഓരോ തവണ നിർത്തുമ്പോഴും പരമഹംസർ ചാടി എഴുന്നേറ്റ് ഇദ്ദേഹത്തെ ആലിംഗനം ചെയ്യും. എന്തൊരറിവ്! ഇയാളുടെ ഉള്ളിൽ എന്താണ്? ഞാൻ പറയുന്നതൊക്കെ പരമഹംസർക്ക് മനസ്സിലാവുന്നുണ്ട്, പരമഹംസർ അംഗീകരിക്കുന്നുണ്ട്. എൻ്റെ പ്രകടനം കഴിഞ്ഞാൽ പരമഹംസര് എൻ്റെ കൂടെ കൂടി യുക്തിവാദിയാകും. അതോടുകൂടി ലോകത്തിന് മുഴുവനും നമ്പർ 1 യുക്തിവാദിയാകും. കാരണം എന്താണ്? ലോകം മുഴുവനും ആരാധിക്കുന്നതായ, എല്ലാവരും അറിയപ്പെടുന്നതായ ശ്രീരാമകൃഷ്ണ പരമഹംസര് എൻ്റെ വാക്യത്തിൽ വീണ് എൻ്റെ ശിഷ്യനായി എന്നൊക്കെ അങ്ങനെ മോഹിച്ച് ഇയാളെല്ലാം പറഞ്ഞങ്ങോട്ട് നിർത്തിക്കഴിഞ്ഞപ്പോൾ പരമഹംസൻ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഓ, ആ ഈശ്വരൻ എന്തൊരു അറിവാങ്ങേക്ക് തന്നത്! ആ ഈശ്വരനെ നമസ്കരിക്കാനല്ലേ പറ്റൂ എന്നും പറഞ്ഞ് ഭഗവാനെ അവിടത്തേക്ക് നമസ്കാരം എന്നും പറഞ്ഞൊരു നമസ്കാരം. ഈ അങ്ങ് ഇപ്പൊ പറഞ്ഞതും അങ്ങേക്കുണ്ടായ അറിവും അത് പ്രകടിപ്പിക്കാനുള്ള കഴിവും ഒക്കെ തന്നതാരാണ്? എൻ്റെ ഈശ്വരനാണ് എന്ന് പറഞ്ഞ് നിഷ്കളങ്കതയോടുകൂടി ഇരുമതായ പരമഹംസരുടെ മുമ്പിൽ തൻ്റെ യുക്തിവാദമൊക്കെ മടക്കി വെച്ച് പിന്നീട് പരമഹംസരുടെ കൂടെ അങ്ങോട്ട് കൂടിയെന്നാണ്. ഇങ്ങനെ എത്രയെത്ര ആൾക്കാരാണ് ആ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ കൂടെ വന്നത്. ഭ്രാന്തരെന്ന് വിളിച്ചു നമ്മളെല്ലാവരും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നിനും ഒരാശയില്ല, എല്ലാവരെയും സ്നേഹമാണ്. നിന്ദിക്കുന്നവരെയും, തന്നെ കുറ്റം പറയുന്നവരെയും, തന്നെ ഭ്രാന്തരെന്ന് വിളിക്കുന്നവരെയും ഒക്കെ സ്നേഹിച്ച് ഈശ്വരൻ സ്നേഹം തന്നെയാണ് ഈശ്വരൻ എന്ന് കാണിച്ചു തന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ ആർക്കും അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ സാധിച്ചില്ല. അപ്പോ ഉത്തമ ഭക്തന്മാരുടെ ലക്ഷണം ഇതാണ്: എല്ലാവരെയും അവർ ഒരേപോലെ കാണും എന്നതാ സൂചിപ്പിച്ചു. ഇത്തരത്തില് ആ ഭക്തന്മാരുടെ വ്യത്യാസത്തെ ഇതാ സൂചിപ്പിച്ചു. പിന്നീട് എന്താണ് മായ? മായയെ നിവർത്തിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? മായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നലെ ഉണ്ടാവാത്തത് ഇന്നുണ്ടാവുകയും നാളെ വളരുകയും മറ്റന്നാൾ ജീർണിക്കുകയും ചെയ്യുന്നതൊക്കെ തന്നെ മായയാണ്. ഇന്നലെ ഉണ്ടാവാത്തത് ഇന്നുണ്ടാവുക, നാളെ വളരുക, മറ്റന്നാൾ ജീർണിക്കുക, അതിന് പിറ്റേ ദിവസവും ഇല്ലാണ്ടാവും. അപ്പൊ ഈ കാണപ്പെടുന്നതൊക്കെ മായയാണ് എന്ന് പറയാൻ കാരണം എന്താണ്? സൂര്യൻ മായയാണ്. കാരണം സൂര്യൻ ഒരു കാലത്ത് ഉണ്ടായിരുന്നില്ല, പിന്നെ ഉണ്ടായി, ഇനി കത്തിത്തീരണോ, കുറെ കഴിഞ്ഞ കത്തിത്തീരും. ഇങ്ങനെ ഇതൊക്കെ തന്നെ ഇവിടെ ഒന്നും ശാശ്വതമല്ല. ആ ശാശ്വതമല്ലാത്ത മായ, ആ മായയ്ക്ക് കാരണമായിരിക്കുന്നത് പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന്റെ പൊരുളായ പുരുഷനാണ്. മാറിക്കൊണ്ടിരിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും മാറാത്ത ഒന്നിനെ ആശ്രയിച്ചാലേ മാറാൻ പറ്റൂ. അത് പ്രപഞ്ച നിയമമാണ്.
ഈ ശരീരം മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം, മാറാത്ത ഒന്ന് എവിടെയുണ്ട്? ഉള്ളിലുണ്ട്. ആ മാറാത്തതാണ് അച്യുതൻ. അതിനെ ശിവനെന്നും വിഷ്ണുവെന്നും സുബ്രഹ്മണ്യൻ എന്നും ഒക്കെ വിളിക്കാം, ഇങ്ങനെ വേണ്ടേച്ചാ വിളിക്കാം. ആ മായയെ അതിവർത്തിക്കുവാനുള്ള മാർഗങ്ങളും പറഞ്ഞു കൊടുത്തു. അതിന് ഒറ്റ മാർഗമേയുള്ളൂ. എന്താണ്? മാറാത്തതായ വസ്തുവിനെ ആശ്രയിച്ചാൽ മാറിക്കൊണ്ടിരിക്കുന്നതായ വസ്തുക്കളിൽ മനോബുദ്ധികൾ ഭ്രമിക്കില്ല. അതിൻ്റെ മാറിക്കൊണ്ടിരിക്കുന്ന വസ്തുക്കളുമായി ചേർന്ന് പോവും. പക്ഷേ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന സുഖദുഃഖങ്ങൾ എന്നെ ബാധിക്കില്ല എന്നതാ സൂചിപ്പിക്കപ്പെട്ടു. ബ്രഹ്മലക്ഷണവും ഈശ്വരനെ ഭജിക്കാൻ സാധിക്കാത്തവരുടേതും ഭഗവാൻ എടുത്തതായ അനവധി അവതാര വിശേഷങ്ങളെയും ഒക്കെ സൂചിപ്പിച്ചിട്ടാണ് നിമിനവയോഗി സംവാദം അവിടെ സമർപ്പിച്ചു. അതിനുശേഷം പിന്നെ നമുക്ക് പ്രധാനമായും ഉദ്ധവോപദേശത്തെ വർണ്ണിക്കുന്നു. അതായത് മഹാഭാരത യുദ്ധ